വളരെ പെട്ടെന്ന് ഒരു മസാല ചോറായാലോ? ഇതിനിപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു കറിയുടെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ. ഇനി നിർബന്ധമാണെങ്കിൽ കുറച്ച് തൈരും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനൊരു ഇൻസ്റ്റാ റീൽ കണ്ടിട്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് കഴിക്കുന്നത് വരെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതെന്തേ നേരത്തെ കാണാതെ പോയി എന്ന് ഞാൻ വിചാരിച്ചേ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ചോറാണ് കഴിക്കുന്നത് ആ ചോറെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൈ വെച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്കും കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു ചെറിയ സവോള അരിഞ്ഞ് ചേർത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. സവോള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടി ഉപ്പും കൂടെ ചേർത്ത് ആ തക്കാളി നന്നായിട്ട് വെന്ത് വരുന്ന വരെ നമുക്കത് വഴറ്റി കൊടുക്കാം കേട്ടോ. തക്കാളി വെന്ത് വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് അതിലേക്ക് ഇട്ട് നല്ലപോലെ അങ്ങ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് സമയം അങ്ങനെ തന്നെ ഒന്ന് കിടക്കട്ടെ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും ഈസിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയില, അത് നിർബന്ധമാണ്. മല്ലിയില ഇങ്ങനെ ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ടാവുള്ളൂ കേട്ടോ. നല്ല ചൂടോടുകൂടി ഇത് ഇങ്ങനെ കുഴച്ച് കഴിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.